ജുവൽ. പിന്നെ ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ മുടിയുടെ ഒരു സ്റ്റൈലൊക്കെ കണ്ടോ, അത് ആകെ ഒരു ഫ്രിസി ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ പോയി. അപ്പോൾ ഒന്ന് സ്റ്റൈല് മാറ്റി ഒന്ന് മേക്ക് ഓവർ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് ആശാ മനൂസ് മേക്ക് ഓവർ സ്റ്റുഡിയോയാണ്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ കുണ്ടന്നൂർ ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ. അതായത് എറണാകുളം കുണ്ടന്നൂർ ജംഗ്ഷനിലാണ് ഈ ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വ്ളോഗൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നെക്സ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊന്ന് ഫസ്റ്റ് തന്നെ ഒരു വൺ ലൈൻ പറയുകയാണെങ്കിൽ ബ്രസീലിയൻ ട്രീറ്റ്മെൻ്റ് ആണ്, ബ്രസീലിയൻ ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മുടിയിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കോ. ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു കോലം. ഞാൻ ഒന്ന് മാറ്റി ഒന്ന് അടിപൊളിയാവാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. നമ്മുടെ മുടി ആദ്യം തന്നെ നന്നായിട്ട് ഇതാ വാഷ് ചെയ്യാൻ പോവാണ്. കാരണം മുടിയിൽ ഉള്ള അഴുക്കുകൾ അതുപോലെ തന്നെ എണ്ണമയ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഷാമ്പൂ വാഷ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ജുവലിൻ്റെ ഹെയർ ബ്രസീലിയൻ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഡ്രൈ ആയിരുന്നു ജുവലിൻ്റെ ഹെയർ. അപ്പോൾ ആ ഫ്രിസ്നെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും കുറച്ച് സ്മൂത്ത് ആയിട്ടിരിക്കാനും ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലെൻസിങ് വാഷൊക്കെ ചെയ്ത് നല്ല ഓയിലൊക്കെ റിമൂവ് ചെയ്ത് ഹെയർ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിൽ ഡ്രൈ ചെയ്തിട്ട് നമ്മളൊരു ക്രീം അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ നമുക്ക് ഒരു 90% സ്ട്രൈറ്റ് ലുക്ക് കിട്ടും ഹെയറിന്. ബോട്ടോക്സ് കെരാറ്റിനൊക്കെ ചെയ്യുമ്പോഴത്തേനും കുറച്ച് അവർ ഇത്ര വാഷിങ് പറയുമല്ലോ, അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഹെയർ നോർമൽ നമ്മുടെ ഹെയർ സ്ട്രക്ചറിലോട്ട് വരും. ഇത് നമുക്ക് സ്മൂത്തനിങ്ങിൻ്റെ ഏകദേശം സെയിം ഒരു ബെനിഫിറ്റ്സ് ആണ്, പക്ഷേ ഹെയർ അത്ര ഡാമേജ് ആക്കില്ല. ഇത് നമ്മുടെ ഹെയറിൻ്റെ ബോണ്ടിനെ അത്ര തകർക്കാതെ ഇത് റിപ്പയറിങ് ആണ് ചെയ്യുക ഹെയറിനെ. അപ്പോൾ ഡാമേജ് കുറവായിരിക്കും, ഹെയറിൻ്റെ ബ്രേക്കേജ് കുറവായിരിക്കും, നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ നമ്മുടെ ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിലൂടെ. എന്തെന്ന് പറയാം, നമുക്കിതിനെ സിൽക്കി കെരാറ്റിൻ എന്ന് പറയാം. ഭയങ്കര സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിരിക്കും ഹെയർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ പെർമനൻ്റ് ആണ് ചെയ്യുന്നത്. വളരുന്നതനുസരിച്ച് റൂട്ടീന് മാത്രമേ നമ്മുടെ സ്ട്രക്ചർ ചേഞ്ച് ആകത്തുള്ളൂ ഹെയറിൻ്റെ. അപ്പോൾ നമ്മൾ ക്രീം ആപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ജുവലിൻ്റെ വെർജിൻ ഹെയർ ആയതുകൊണ്ട് നമ്മളൊരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അയണിങ് കൊടുക്കും കേട്ടോ. പ്രൊസീജിയർ വരുന്നത് അയൺ ചെയ്യാൻ പോവാണ് മുടി. അപ്പോൾ അയൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു തിക്ക് സ്മെല്ലും അതുപോലെ തന്നെ അതിങ്ങനെ പുകയൊക്കെ ചെറുതായിട്ട് വരും. പേടിക്കണ്ട. അപ്പോൾ ആ പുകയൊക്കെ ചെറുതായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ മാസ്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം ഇനി നമ്മൾ അയൺ ചെയ്ത് തുടങ്ങാനായിട്ട്. മുടി കുറച്ച് ആയിട്ടുള്ള സെഷൻ എടുത്തിട്ട് വേണം ഈ അയൺ ചെയ്യാനായിട്ട്. അതായത് ഒരു മുടി പോലും വിട്ടു പോകാതെ ആ ഒരു സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ട് ഓരോ ചെറിയ സെഷൻ എടുത്ത് വേണം അത് അയൺ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ അയൺ ചെയ്ത് വന്നപ്പോഴാണ് എൻ്റെ മുടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ ഓരോ മിനുക്കുപണികളും വെട്ടലും കുറിക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വെട്ടി കോളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ആശ അതും ഒന്ന് സെറ്റ് ചെയ്ത് ഈ ഒരു മുടിയുടെ ഹെയർ സ്റ്റൈലും എല്ലാം ഒന്ന് ഒരേ സ്റ്റൈലായി വരാനായിട്ട് ഒന്ന് അല്പം മുറിച്ച് അതും കൂടെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ.
ഒന്നും കൂടെ മുടി വാഷ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ ഇതെല്ലാം ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാം ഒന്നും കൂടെ കഴുകി കളഞ്ഞ് പിന്നെ ക്രീമെല്ലാം പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല സിറം അപ്ലൈ ചെയ്ത് കുറച്ചും കൂടെ തിളക്കം എല്ലാം ആക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി അതിനകത്ത് അതെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്സും കൂടെ ഇങ്ങനെ തേച്ച് അത് കഴുകാതെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. ശേഷം അതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇനി ഡ്രൈ ചെയ്യാം മുടി. ഇപ്പോഴത്തേക്ക് നമ്മുടെ മുടിയുടെ ആ ഒരു സ്റ്റൈൽ നമുക്ക് പതിയെ പതിയെ വന്ന് തുടങ്ങും കേട്ടോ. ഒന്ന് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ജ്വല്ലിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, ആഫ്റ്റർ കെയർ എല്ലാവരും ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യും, പക്ഷേ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ല. അതാണ് കറക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക. അത് ഞാൻ പറഞ്ഞു തരാം ഏതാ യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് ഹെയർ കിടക്കും. ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളി. നമുക്ക് 2 ഡേയ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ ആ ഷാമ്പൂ കണ്ടീഷണറും നമുക്ക് വീട്ടിൽ തന്നെ സെൽഫായിട്ട് വാഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഒരു 9 മന്ത് വരെ മാക്സിമം നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് റൂട്ടിൽ നിന്ന് മാത്രം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരത്തേ ഉള്ളൂ. താങ്ക് യു ആശ. കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇത്ര വാഷിങ് വരെ നമുക്കതിൻ്റെ ഒരു ലാസ്റ്റിങ് കിട്ടത്തുള്ളൂ. പക്ഷേ ബ്രസീലിയൻ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആണ്. ഈ സ്മൂത്തനിങ് പോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടും. പക്ഷേ സ്മൂത്തനിങ് ചെയ്യുന്നത്ര കെമിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ല ഇത് വരുന്നത്. ഇത് വരുമ്പോഴത്തേനും നല്ല റിപ്പയർ ആണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം തോന്നി. കാരണം എന്താ വെച്ചാൽ ഇതിന് മറ്റേതിൻ്റെ അത്രയും ഒരു ടൈമിങ്ങും വരുന്നില്ല കേട്ടോ. മറ്റേത് കുറേ പ്രാവശ്യം 4 പ്രാവശ്യമെങ്കിലൊക്കെ വാഷൊക്കെ ചെയ്യണം. പക്ഷേ ഇത്രയും വാഷൊന്നും ഇതിനകത്ത് വരുന്നില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ടൈം നമുക്ക് മാനേജ്മെൻറ്റിന് പറ്റിയ ഒരു സംഭവമാണ്. ടെക്സ്ചർ നല്ല സിൽക്കി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നമുക്ക് ഇത്ര വാഷ് വരെ എന്നാണ് ബാക്കി എല്ലാ ട്രീറ്റ്മെൻറ്റും പറയുന്നത്. പക്ഷേ ഇതിന് അങ്ങനെയല്ല, നമ്മുടെ ഈ ഹെയർ ഗ്രോത്ത് വരുന്നതിനനുസരിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള സ്റ്റൈൽ ലുക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വേഗം പോലെ എറണാകുളത്തുള്ള ആശ മനൂസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലേക്ക്. ഓക്കെ, ഇനി നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടാലോ. നിങ്ങൾക്ക് ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ എന്താണെങ്കിലും ആശ മനൂസിൽ വരാം. സ്പെഷ്യൽ ഡിസ്കൗണ്ട് ജുവലിൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി, സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരൂ കേട്ടോ. അല്ലെങ്കിൽ ജുവലിൻ്റെ വീഡിയോ കണ്ടിട്ട് വരുവാണെങ്കിൽ എന്ന് പറഞ്ഞാലും മതി, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉറപ്പാണ്. അപ്പോൾ വീണ്ടും നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് കാണാം. ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ.